കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ മോഡ്യൂൾ 5ന്റെ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന പോർഷനാണ് ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നത്. ഈ ഒരു ട്യൂട്ടോറിയലോടുകൂടി നമ്മുടെ സിലബസ് കംപ്ലീറ്റ്ലി തന്നെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സർട്ടൻ ക്ലാസസ് ആൻഡ് അമെൻഡ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇതിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സർട്ടൻ ക്ലാസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്ട്ലി പീപ്പിൾ എലക്ട് ചെയ്യുന്ന സഭകളിലെ കുറച്ച് ശതമാനം സീറ്റുകൾ പിന്നോക്കം നിൽക്കുന്ന കമ്മ്യൂണിറ്റികൾക്കായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് SC/ST റിസർവേഷൻ. ആ റിസർവേഷന്റെ ശതമാനം ഫിക്സ് ചെയ്യുന്നത് അവരുടെ ടോട്ടൽ പോപ്പുലേഷന്റെ എണ്ണം കണക്കാക്കിയാണ്. ഇത് ഇപ്പൊ ഞാൻ സൂചിപ്പിച്ച കണക്ക് ലോക്സഭയിലും അതിനോടൊപ്പം തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും ലോക്കൽ ബോഡീസിലും മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഏതൊക്കെ യൂണിയൻ ടെറിട്ടറീസിലെ ലെജിസ്ലേറ്റേഴ്സ് ഉണ്ടോ അവിടെ എല്ലാം തന്നെ ഈ റിസർവേഷൻ വന്നു പോകുന്നതാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള പോണ്ടിച്ചേരി ആണെങ്കിലും ന്യൂഡൽഹിയിലാണെങ്കിലും ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം. എഗെയിൻ പ്രത്യേകം ഓർത്തിരിക്കുക, ജനങ്ങൾ എലക്ട് ചെയ്യുന്ന സഭകളിൽ മാത്രമാണ് ഈ റിസർവേഷൻ ഫോളോ ചെയ്യുന്നത്. ജനങ്ങളെ ഡയറക്ട്ലി എലക്ട് ചെയ്യാതെ ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ വരുന്ന അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, അതായത് രാജ്യസഭയിലാണെങ്കിലും സിമിലർലി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ അപ്പർ ഹൗസ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിലിനാണെങ്കിലും ഈ റിസർവേഷൻ ഫോളോ ചെയ്യുന്നില്ല. നെക്സ്റ്റ്, നിലവിലെ ലോക്സഭയിലെ 543 സീറ്റുകളിൽ 131 സീറ്റ് ഈ രീതിയിൽ റിസർവ് ചെയ്തിട്ടുണ്ട്. അതിൽ 82 സീറ്റുകൾ ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്കായിട്ടും 49 സീറ്റുകൾ ഷെഡ്യൂൾഡ് ട്രൈബുകൾക്കുമായിട്ടാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് 131 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബാലൻസ് വരുന്ന ജനറൽ കാറ്റഗറീസിന്റെ സീറ്റുകളിലും ഇവർക്ക് മത്സരിക്കാനും അതുവഴി ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലോക്സഭയാണെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിലും ഇതിലും കൂടുതൽ വരികയും ചെയ്യാം. അതായത് ഇവർക്ക് റിസർവ് ചെയ്തിരിക്കുന്ന 131 സീറ്റുകൾക്ക് പുറമെ തന്നെ ഇവർക്ക് മത്സരിക്കാനും കഴിയുന്നതാണ്. സിമിലർലി ആർട്ടിക്കിൾ 331 അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് നിലവിലെ ലോക്സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം 2 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. ഇതേ രീതിയിൽ സ്റ്റേറ്റില് ആർട്ടിക്കിൾ 333 അനുസരിച്ച് ഗവർണറിനും ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവരെ അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ നമ്മളിപ്പം ഈ സെർട്ടൈൻ ക്ലാസുകൾക്ക് ജനപ്രാതിനിധ്യ സഭകളിലുള്ള റിസർവേഷനെ കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ സ്പെഷ്യൽ ക്ലാസുകൾക്ക് മറ്റെവിടെയൊക്കെ സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടും എന്നുള്ളതാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആർട്ടിക്കിൾ 335 അനുസരിച്ച് യൂണിയൻ ഗവൺമെന്റിനാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിനാണെങ്കിലും ഈ സ്പെഷ്യൽ ക്ലാസുകളിൽ നിന്ന് വരുന്നവരെ അഡ്മിനിസ്ട്രേഷനിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം എന്ന് ഭരണഘടന പറയുന്നത്. ഇങ്ങനെ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നത് വഴി അഡ്മിനിസ്ട്രേഷൻ സൈഡിലോ അല്ലെങ്കിൽ മറ്റ് ജോബുകളിലോ എഫിഷ്യൻസി ഒന്നും തന്നെയും കുറയുന്നില്ല. കാരണം അവരും മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അക്വയർ ചെയ്തവരും ആയിരിക്കും. ഇങ്ങനെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഈ സ്പെഷ്യൽ ക്ലാസുകൾക്ക് കൊടുക്കണമെന്ന് ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇത്ര പെർസെന്റേജ് കൊടുക്കണം എന്ന് ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടും ഇല്ല. അതേ കണക്ക് ഈ സ്പെഷ്യൽ ക്ലാസുകൾക്ക് ഈ രീതിയിലുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ എത്ര കാലം കൊടുക്കണം എന്നും ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടില്ല. അതായത് ഈ രീതിയിലുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികൾ എഡ്യൂക്കേഷണലി ആൻഡ് എക്കോണമിക്കലി ഒരു പർട്ടിക്കുലർ മിനിമം ലെവൽ അറ്റൈൻ ചെയ്യുന്നത് വരെ എങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഈ രീതിയിലുള്ള പ്രിഫറൻസുകൾ കൊടുക്കും. അടുത്തതായിട്ട് ഭരണഘടനയിൽ ഈ രീതിയിൽ വരുന്ന സ്പെഷ്യൽ ക്ലാസുകൾക്ക് ഇത്ര ശതമാനം റിസർവേഷൻ ജോബുകൾക്ക് കൊടുക്കണം എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ പ്രൊവിഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് 22.5% റിസർവേഷനാണ് നടത്തിയിരിക്കുന്നത്. അതിൽ 15% ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്കും 7.5% ഷെഡ്യൂൾഡ് ട്രൈബുകൾക്കുമാണ് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ വഴി വരുന്ന എക്സാമുകളിൽ. സിമിലർലി മാക്സിമം ഏജ് ലിമിറ്റും ഈ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി കൂട്ടിയിട്ടും ഉണ്ട്. എഗെയിൻ ഈ രീതിയിലുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് ആണ്.
അതായത് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ വഴി പബ്ലിക് എംപ്ലോയ്മെന്റ് നടത്തുമ്പം എല്ലാവർക്കും ജോലിക്ക് തുല്യമായിട്ടുള്ള അവസരം പ്രൊവൈഡ് ചെയ്യണം എന്ന കൺസിഡറേഷനിലാണ് ഈ രീതിയിലുള്ള റിസർവേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്കും ഷെഡ്യൂൾഡ് ട്രൈബുകൾക്കും ജോബുകൾക്കുള്ള റിസർവേഷനായിട്ടുള്ള 22.5% കണ്ടു. അത് കണക്ക് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് 27% റിസർവേഷനും ഫിക്സ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ജനറൽ കാറ്റഗറിയിൽ വരുന്ന എക്കോണമിക്കലി വീക്കർ ആയിട്ടുള്ളവർക്ക് ജോബുകൾക്ക് 10% റിസർവേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഈ രീതിയിൽ വരുന്ന സ്പെഷ്യൽ ക്ലാസുകളുടെ ഉന്നമനത്തിനായിട്ടുള്ള കമ്മീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നാഷണൽ കമ്മീഷനാണ്. നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ കേസിൽ കണ്ട കണക്ക് ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു സ്പെഷ്യൽ ഓഫീസറെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ SC/STകളുടെ ഉന്നമനത്തിനായിട്ട് ഒരു നാഷണൽ കമ്മീഷൻ രൂപവൽക്കരിക്കാവുന്നതാണ്. ആ കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് മിനിമൽ ആയിട്ടുള്ള ആനുകൂല്യങ്ങളെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ലെജിസ്ലേച്ചേഴ്സ് അല്ലെങ്കിൽ ജനപ്രാതിനിധ്യ സഭകളിൽ മിനിമൽ റെപ്രസെന്റേഷനിൽ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. സിമിലർലി ജോബുകളുടെ കേസിൽ വരുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഉണ്ടോ, അതിനോടൊപ്പം അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രോപ്പർലി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഈ കമ്മീഷന് റെഗുലർ ആയിട്ടുള്ള ഇടവേളകളിൽ ഇതിന്റെ റിപ്പോർട്ടുകൾ ഇന്ത്യൻ പ്രസിഡന്റിന് പ്രൊവൈഡ് ചെയ്യുന്നും ഉണ്ട്. എഗെയിൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ, ഈ നാഷണൽ കമ്മീഷനെ എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് SC/STകൾക്ക് വേണ്ടി മാത്രമല്ല, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും സിമിലർലി ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിനെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. നെക്സ്റ്റ്, നമ്മൾ ഈ സ്പെഷ്യൽ ക്ലാസുകളുടെ ഉന്നമനത്തിനായിട്ടുള്ള അടുത്ത കമ്മീഷനാണ്. അതാണ് കമ്മീഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. എഗെയിൻ ഇന്ത്യൻ പ്രസിഡന്റിന് ഈ സ്പെഷ്യൽ ക്ലാസുകളുടെ ഉന്നമനത്തിനായിട്ട് 2 കമ്മീഷനുകളെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിനായിട്ട് നിയോഗിക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബുകളുടെ വെൽഫെയറിനായിട്ടും അതിനോടൊപ്പം ഷെഡ്യൂൾഡ് ഏരിയയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനും റിപ്പോർട്ടിംഗ് പർപ്പസിനുമായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. സിമിലർലി രണ്ടാമത്തെ കമ്മീഷൻ എന്ന് പറയുന്നത് SC/BCയുടെ ഉന്നമനത്തിനായിട്ടാണ്. അതായത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസുകൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്താനും അത് റിപ്പോർട്ട് ചെയ്യാനുമാണ് രണ്ടാമത്തെ കമ്മീഷൻ. ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഫലമായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കുകയും അതിന് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ ഗവൺമെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലെ ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെ ലിസ്റ്റിൽ ഏതൊക്കെ പുതിയ കാസ്റ്റുകളെ അല്ലെങ്കിൽ റേസസിനെ അല്ലെങ്കിൽ ട്രൈബുകളെ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റണം എന്നുള്ള അധികാരം ഭരണഘടന പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ലിസ്റ്റിൽ ഒരു മോഡിഫിക്കേഷനും ഇന്ത്യൻ പ്രസിഡന്റിന് ചെയ്യാൻ കഴിയുന്നതും അല്ല. എഗെയിൻ ഫർദർ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പാർലമെന്റിന് മാത്രമേ കഴിയുള്ളൂ. ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഒരു പർട്ടിക്കുലർ ട്രൈബ് അല്ലെങ്കിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിനെ ഈ രീതിയിൽ റിസർവേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനും വിനിയോഗിക്കുന്നത്. നെക്സ്റ്റ്, പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കോണമിക് ആൻഡ് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള 4 ഡിഫറെന്റ് അപ്രോച്ചുകൾ വഴിയാണ് ഈ സ്പെഷ്യൽ ക്ലാസുകളുടെ ഉന്നമനം ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. സോഷ്യൽ ഫീൽഡിൽ നിന്ന് നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യാനുള്ളത് ജനറൽ ആയിട്ടുള്ള അവയർനെസ് ആണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി. ആ റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അയിത്തം എന്ന് പറയുന്നതിന് വളരെ മികച്ച പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. സിമിലർലി ഇതേ കണക്കുള്ള അവയർനെസിന്റെ ഫലമായിട്ട് അപ്പർ കാസ്റ്റുകളുടെ ഇടയിൽ പോലും ഷെഡ്യൂൾഡ് കാസ്റ്റുകളെയും ഷെഡ്യൂൾഡ് ട്രൈബുകളെയും അവരോടൊപ്പം തന്നെയുള്ള ഫെല്ലോ സിറ്റിസൺസ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകുകയും അതിനോടൊപ്പം അവർക്കും ഈക്വൽ റൈറ്റ്സും പ്രിവിലേജസും ഉണ്ട് എന്നുള്ള കാര്യവും അവർക്കറിയാം. നെക്സ്റ്റ്, ഈ ട്യൂട്ടോറിയലിന്റെ സെക്കൻഡ് പോർഷനാണ്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് എന്ന് വെച്ചാൽ ഭരണഘടനാ ഭേദഗതിയാണ്.
ഭരണഘടന എഴുതിയ കാലഘട്ടത്തിൽ നിന്ന് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഭരണഘടനയിൽ പല കാര്യങ്ങൾക്കും ഭേദഗതി വരുത്തേണ്ടതായിട്ട് വരാം. അങ്ങനെ ഭരണഘടനാ ഭേദഗതി വരുത്തുന്നത് 3 ടൈപ്സ് വഴിയാണ്. എഗെയിൻ ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 368 അനുസരിച്ച് 2 രീതിയിലാണ് ഭേദഗതി വരുത്താൻ പറ്റുന്നത്. ബട്ട് ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 368 അനുസരിച്ച് 2 രീതിയിൽ മാത്രമാണ് ഭേദഗതി വരുത്താൻ കഴിയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് വിത്ത് ദ റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദ ടോട്ടൽ സീറ്റ്സ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു 3 വഴികൾ പ്രകാരം ഭരണഘടനാ ഭേദഗതി നടത്താൻ കഴിയുമെന്ന്. ആ 3ാമത്തെ വഴിയാണ് ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ്. എഗെയിൻ ആർട്ടിക്കിൾ 368 ആദ്യം പറഞ്ഞ 2 വഴികൾ പ്രകാരമാണ് ഭേദഗതി നടത്താൻ കഴിയുന്നത്. ബട്ട് ഭരണഘടനയിലെ മറ്റ് ആർട്ടിക്കിൾസ് പ്രകാരം പാർലമെന്റിന്റെ സിമ്പിൾ മെജോറിറ്റി കൊണ്ടുപോലും ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയും. എഗെയിൻ ഞാൻ ഇവിടെ വ്യക്തമാക്കേണ്ടത് എന്താണ് ഈ സ്പെഷ്യൽ മെജോറിറ്റിയും സിമ്പിൾ മെജോറിറ്റിയും എന്നുള്ളതാണ്. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് വെച്ചാൽ, സപ്പോസ് നമ്മുടെ പാർലമെന്റിന്റെ ടോട്ടൽ സീറ്റുകൾ 543 ആണെന്ന് കരുതുക. സ്പെഷ്യൽ മെജോറിറ്റി വഴി ഭരണഘടന ഭേദഗതി ചെയ്യണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ 543ന്റെ 50% പേരും അനുകൂലമായിട്ട് ആ ഭേദഗതിക്ക് വോട്ട് ചെയ്യുകയും അതിനോടൊപ്പം ആ 543ൽ ആ ദിവസം പ്രസന്റ് ആയിരിക്കുന്ന മെമ്പേഴ്സിന്റെ 2/3 ഭൂരിപക്ഷവും കിട്ടിയിരിക്കണം. അതായത് 543ൽ 100 പേർ ആബ്സെന്റ് ആണെങ്കിൽ പോലും 543ന്റെ 50% വരുന്ന 272 പേർ വോട്ട് ചെയ്യുകയും വേണം. നെക്സ്റ്റ്, സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത്, സപ്പോസ് പാർലമെന്റിലെ 543 ആണ് ടോട്ടൽ മെമ്പേഴ്സ്. ആ ഭേദഗതി നടത്തുന്ന ദിവസം 500 പേരെ വന്നിട്ടുള്ളൂ എങ്കിൽ 250 പേര് ഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ മെജോറിറ്റി ആയിട്ട് മാറും. എഗെയിൻ ഓർത്തിരിക്കുക, ഇതിലെ ഓരോ ടൈപ്പ് ഓഫ് മെജോറിറ്റി കൊണ്ടും ഭരണഘടനയിലെ ഒരു പർട്ടിക്കുലർ പ്രൊവിഷൻസ് മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ എന്ന കാര്യം. അതായത് ആർട്ടിക്കിൾ 368 മെൻഷൻ ചെയ്യുന്ന 2 ടൈപ്സ് വഴിയാണ് കോമൺലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലും ആർട്ടിക്കിൾ 368 അനുസരിച്ച് ഭേദഗതി ചെയ്യാൻ കഴിയുന്നതാണ്. ബട്ട് പ്രത്യേകം ഓർത്തിരിക്കുക, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ നഷ്ടപ്പെടാത്ത രീതിയിൽ മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. എഗെയിൻ ഭരണഘടനയിൽ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്തിട്ടും ഇല്ല. സോ ഞാനിപ്പം ടോട്ടൽ 3 ടൈപ്സ് മെൻഷൻ ചെയ്തു. അതിൽ ഏറ്റവും അവസാനം പറഞ്ഞ ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ആർട്ടിക്കിൾ 368 മെൻഷൻ ചെയ്യുന്ന 2 ടൈപ്പുകൾക്ക് പുറമെ ഭരണഘടനയുടെ ചില പ്രൊവിഷൻസ് സിമ്പിൾ മെജോറിറ്റി വഴി ഭേദഗതി ചെയ്യാൻ കഴിയുന്നതാണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. സെക്കൻഡ് വൺ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ആൾട്ടറേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റീസെന്റ് ഉണ്ടായ ലഡാക്കിന്റെ ഇഷ്യൂ. മൂന്നാമത്തത് അബോളിഷൻ ഓർ ക്രിയേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻ സ്റ്റേറ്റ്സ്. അതിന് അഗെയിൻ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വെസ്റ്റ് ബംഗാളും തമിഴ്നാടുവും ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണമെന്നുള്ള അവരുടെ ആവശ്യവും. നാലാമത്തത് സെക്കൻഡ് ഷെഡ്യൂൾ എമോളുമെന്റ്സ്. ഫിഫ്ത് വൺ എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും സ്പീക്കറിന്റെയും ജഡ്ജസിന്റെയും എല്ലാം അലവൻസും പ്രിവിലേജസും. സിക്സ്ത് വൺ പാർലമെന്റിൽ വേണ്ട മിനിമം നമ്പർ ആയിട്ടുള്ള കോറം. സെവൻത് വൺ മെമ്പർ ഓഫ് പാർലമെന്റിന്റെ സാലറിയും അലവൻസും. എയ്ത്ത് വൺ റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഇൻ പാർലമെന്റ്. നയൻത് വൺ പാർലമെന്റ് മെമ്പേഴ്സിന്റെയും കമ്മിറ്റിയുടെയും സ്പെഷ്യൽ പ്രിവിലേജസ് എന്തൊക്കെയാണ്. പത്താമത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പാർലമെന്റ് യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. 11ാമത്തത് സുപ്രീം കോടതിയിലെ യങ്ങർ ആയിട്ടുള്ള ജഡ്ജസിനെ കുറിച്ച് റിലേറ്റ് ചെയ്യുന്നതാണ്. 12ാമത്തത് സുപ്രീം കോടതിക്ക് മോർ ജൂറിസ്ഡിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 13th വൺ എഗെയിൻ റീസെന്റ് ന്യൂസിൽ വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നതാണ്. അതാണ് സിറ്റിസൺഷിപ്പ് അക്വിസിഷൻ ആൻഡ് ടെർമിനേഷൻ. 14th വൺ ഇലക്ഷൻസ് ടു പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. 15ാമത്തത് ഓരോ നിയോജക മണ്ഡലങ്ങളുടെയും ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. 16ാമത്തെ യൂണിയൻ ടെറിട്ടറീസ് ആണ്. 17th വൺ ഫിഫ്ത്ത് ഷെഡ്യൂൾഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ആൻഡ് ലാസ്റ്റ് വൺ സിക്സ്ത് ഷെഡ്യൂൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ്.
ഈ സിമ്പിൾ മെജോറിറ്റി വഴി ഭേദഗതി ചെയ്യുന്നതിൽ 18 എണ്ണം ഞാൻ തന്നതിൽ മിനിമം 10 എണ്ണം എങ്കിലും പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. നെക്സ്റ്റ് അടുത്ത ഭേദഗതിയാണ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ്. എഗെയിൻ സ്പെഷ്യൽ മെജോറിറ്റി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു. ലോക്സഭയിലെ ടോട്ടൽ ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ 50% പേരെങ്കിലും ആ ഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയും അതിനോടൊപ്പം അന്ന് പ്രസന്റ് ആയിരിക്കുന്നതിലെ 2/3 ഭൂരിപക്ഷത്തിൽ ആ ബില്ല് പാസ്സാകുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന മെജോറിറ്റിയാണ് സ്പെഷ്യൽ മെജോറിറ്റി. എഗെയിൻ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് 543-ൽ 200 പേർ ആബ്സെന്റ് ആണെങ്കിൽ പോലും 543-ന്റെ 50%-ആയിട്ടുള്ള 272 പേർ അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ ഇതൊരു ഭേദഗതിയായിട്ട് മാറുകയുള്ളൂ എന്നുള്ള കാര്യം. എഗെയിൻ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഭരണഘടനാ ഭേദഗതിയുടെ അവസാന ഭാഗമായിട്ട് വരുന്ന 3rd റീഡിംഗ് സ്റ്റേജിലെ വോട്ടിംഗിലാണ് ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഈ രീതിയിൽ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് വഴി ഭേദഗതി ചെയ്യുന്ന അമെൻമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എഗെയിൻ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട സിമ്പിൾ മെജോറിറ്റിയുടെ കാലം കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഭേദഗതികളാണ് സ്പെഷ്യൽ മെജോറിറ്റി വഴി കിട്ടുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, സെക്കൻഡ് വൺ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, തേർഡ് വൺ ഓൾ അതർ പ്രൊവിഷൻസ് വിച്ച് ആർ നോട്ട് കവേർഡ് ബൈ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് കാറ്റഗറീസ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മെജോറിറ്റിയും കൂടെ ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആൻഡ് കൺസെന്റ് ഓഫ് സ്റ്റേറ്റ്സ്. ഈ രീതിയിലുള്ള ഭേദഗതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫെഡറൽ സിസ്റ്റത്തിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി ഒരു ബില്ല് പാസ്സാക്കുകയും അതിനോടൊപ്പം 50% സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സിന്റെ സമ്മതത്തോടുകൂടിയും ബില്ല് പാസ്സാക്കുന്നതാണിത്. അതായത് ഞാൻ സ്പെഷ്യൽ മെജോറിറ്റി എന്താണെന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി കൺസെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ കേസ് ചെക്ക് ചെയ്യാം. സപ്പോസ് ഇന്ത്യയിൽ 26 സംസ്ഥാനങ്ങളുണ്ടെന്ന് കരുതുക. ഒരു ബില്ല് പാസ്സാക്കുന്നതിന്റെ ഭാഗമായിട്ട് 26 സംസ്ഥാനങ്ങളുടെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടി യൂണിയൻ ഗവൺമെന്റ് ആ ബില്ല് അതാത് സംസ്ഥാനങ്ങൾക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ആ 26 സംസ്ഥാനങ്ങളിൽ 10 സംസ്ഥാനങ്ങൾ മാത്രമേ അതിൽ റെസ്പോണ്ട് ചെയ്തുള്ളൂ എന്നും കരുതുക. ആ 10-ല് 8 പേരും അനുകൂലമായിട്ടാണ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബില്ല് ഡെഫിനറ്റ്ലി പാസ്സാകും. അതായത് 26-ലെ 16 പേരും ഒരു ഒപ്പീനിയൻ അറിയിച്ചില്ലെങ്കിൽ പോലും ബാലൻസ് വരുന്നതില് മെജോറിറ്റി ഉണ്ടെങ്കിൽ ആ ബില്ല് പാസ്സാകും. എഗെയിൻ സാധാരണഗതിയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇന്ന ടൈമിനുള്ളിൽ റെസ്പോണ്ട് ചെയ്യണം എന്ന് മെൻഷൻ ചെയ്യാറും ഇല്ല. നെക്സ്റ്റ്, ഈ രീതിയിലുള്ള ഫെഡറൽ സപ്പോർട്ടോടുകൂടി ഭേദഗതി ചെയ്യുന്ന അമെൻമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ഇറ്റ്സ് മാനർ. സെക്കൻഡ് വൺ, എക്സ്റ്റെന്റ് ഓഫ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. മൂന്നാമത്തത് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. നാലാമത്തത് ലെജിസ്ലേറ്റീവ് പവേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അഞ്ചാമത്തത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ആറാമത്തത് ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂളിൽ വരുന്ന കാര്യങ്ങളും. 7ാമത്തത് പാർലമെന്റിൽ ഓരോ സംസ്ഥാനങ്ങളുടെ റെപ്രസെന്റേഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നതും. 8ാമത്തത് പാർലമെന്റിന് ഈ രീതിയിൽ ഭേദഗതി ചെയ്യുന്ന പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. സോ ഈ 8 എണ്ണത്തിലെ മിനിമം 5 എണ്ണമെങ്കിലും റീപ്രൊഡ്യൂസ് ചെയ്യാനും ശ്രമിക്കുക. സോ മറ്റൊരു സബ്ജക്റ്റിന്റെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും